ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ആരോപണവുമായി ബന്ധപ്പെട്ട് മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM നേതാവുമായ എ പത്മകുമാറിനെതിരെ പാർട്ടി കർശന നടപടിക്കൊരുങ്ങുന്നു. ദീർഘനാളായി നീണ്ടുനിന്ന അഭ്യൂഹങ്ങൾക്കും ആരോപണങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് വിഷയം ചർച്ച ചെയ്യുന്നതിനായി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ പാർട്ടി സംസ്ഥാന നേതൃത്വം ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ജൂൺ 15-ന് ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പത്മകുമാറിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടായേക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദം കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കങ്ങളാണ് സൃഷ്ടിച്ചത്. മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM നേതാവുമായ എ പത്മകുമാറിന്റെ പേര് ഈ ഗുരുതരമായ ആരോപണത്തിൽ ഉയർന്നു വന്നത് ഭരണപക്ഷത്തുള്ള CPM-നെ അതീവ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM നേതാവുമായ എ പത്മകുമാറിന്റെ പേര് ഈ ഗുരുതരമായ ആരോപണത്തിൽ ഉയർന്നു വന്നത് പ്രതിപക്ഷത്തുള്ള CPM-നെ അതീവ പ്രതിസന്ധിയിലാഴ്ത്തിയിരിക്കുന്നു. വിശ്വാസികളുടെ വികാരത്തെയും ക്ഷേത്രത്തിന്റെ പരിശുദ്ധിയെയും ബാധിക്കുന്ന വിഷയമായതിനാൽ ഇതിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ ഭരണപക്ഷം വലിയ രാഷ്ട്രീയ ആയുധമാക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഗൗരവമേറിയ വിഷയത്തിൽ തന്ത്രപരമായ മൗനം പാലിക്കാനാണ് പാർട്ടി നേതൃത്വം ശ്രമിച്ചത്. ആരോപണങ്ങളുടെ ആഴവും അതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള പരസ്യമായ ഇടപെടലുകൾക്കോ ശക്തമായ നടപടികൾക്കോ പാർട്ടി തുടക്കത്തിൽ മുതിർന്നില്ല. പത്മകുമാറിനെതിരെ പാർട്ടി അണികൾക്കിടയിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും വലിയ പ്രതിഷേധം ഉയർന്ന സാഹചര്യത്തിൽ ഒരു താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ അദ്ദേഹത്തെ പാർട്ടി പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന നിലപാടാണ് നേതൃത്വം അന്ന് സ്വീകരിച്ചത്. എന്നാൽ ഈ നിലപാട് ഒട്ടും പ്രായോഗികമല്ലെന്നും ആരോപണങ്ങളെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും തിരിച്ചറിഞ്ഞതോടെയാണ് പാർട്ടിക്ക് ഒടുവിൽ കർശനമായ നിലപാടുകളിലേക്ക് തിരിയേണ്ടി വന്നത്. നടപടികൾ വൈകിയത് പാർട്ടിക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കിയെന്ന് വിലയിരുത്തിയതോടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ ഉൾപ്പെടുത്തി വിഷയം ഗൗരവകരമായി പരിശോധിക്കാൻ സംസ്ഥാന നേതൃത്വം ഒടുവിൽ നിർബന്ധിതരാവുകയായിരുന്നു. CPM സംസ്ഥാന സമിതി യോഗത്തിൽ നടന്ന ഈ വിഷയത്തിലെ ഗൗരവകരമായ ചർച്ചകൾ പാർട്ടി നേതൃത്വത്തിന്റെ സമീപനത്തിൽ വന്ന വലിയ മാറ്റത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. നേരത്തെ നടന്ന തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടുകളിൽ എ പത്മകുമാറിനെതിരായ ഈ സ്വർണ്ണക്കൊള്ള ആരോപണത്തെ സംസ്ഥാന നേതൃത്വം പൂർണ്ണമായും തള്ളിക്കളയുകയോ അല്ലെങ്കിൽ അതിന്റെ തീവ്രത കുറച്ചു കാണുന്ന രീതിയിൽ മയപ്പെടുത്തി അവതരിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. എന്നാൽ കീഴ്ഘടകങ്ങളിൽ നിന്നും സാധാരണ പാർട്ടി പ്രവർത്തകർക്കിടയിൽ നിന്നും ഉയർന്നു വന്ന ശക്തമായ പ്രതിഷേധങ്ങളും സമ്മർദ്ദങ്ങളും അവഗണിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ വിഷയം ഇനിയും നീട്ടിക്കൊണ്ടുപോകുന്നത് പാർട്ടിയുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്ന് സംസ്ഥാന നേതൃത്വം തിരിച്ചറിഞ്ഞു. ഇതിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റ് റിപ്പോർട്ടിൽ 3 സുപ്രധാന തിരുത്തലുകളാണ് വരുത്തിയിരിക്കുന്നത്. ഒന്നാമതായി എ പത്മകുമാറിനെതിരെ അടിയന്തരമായ അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന സമിതി കർശനമായി നിർദ്ദേശിച്ചു. ഇതിന്റെ ഭാഗമായാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയെ തുടർ നടപടികൾക്കായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമതായി തിരഞ്ഞെടുപ്പ് വേളയിൽ തളിപ്പറമ്പിലെ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് വലിയ വീഴ്ച സംഭവിച്ചതായി നേതൃത്വം തുറന്നു സമ്മതിച്ചു. മണ്ഡലം കമ്മിറ്റിയിലെ ബഹുഭൂരിപക്ഷം പേരും ഈ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്തിരുന്നിട്ടും നേതൃത്വം അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അവസാനമായി ചില നിർണായക രാഷ്ട്രീയ സന്ദർഭങ്ങളിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ സ്വീകരിക്കേണ്ടിയിരുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നതിലോ കൃത്യസമയത്ത് ശക്തമായ പ്രസ്താവനകൾ നടത്തുന്നതിലോ പാർട്ടിക്ക് വീഴ്ച പറ്റിയെന്ന് നേതൃത്വം പരസ്യമായി ഏറ്റുപറഞ്ഞു. ഈ തിരുത്തലുകൾ വഴി തെറ്റുകൾ തിരുത്തി മുന്നോട്ടു പോകാനുള്ള പാർട്ടിയുടെ സന്നദ്ധതയാണ് സംസ്ഥാന നേതൃത്വം പ്രകടിപ്പിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി നേതൃത്വം സംസ്ഥാന സമിതിയിൽ ഉയർന്നു വന്ന വിമർശനങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് സമീപിക്കുന്നത്. തങ്ങൾക്ക് സംഭവിച്ച വീഴ്ചകൾ ഒരുവിധ ഒളിച്ചോട്ടവുമില്ലാതെ പരസ്യമായി തന്നെ ഏറ്റുപറയാൻ അദ്ദേഹം തയ്യാറായി എന്നത് പാർട്ടിയുടെ തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായാണ് വിലയിരുത്തപ്പെടുന്നത്. തിരഞ്ഞെടുപ്പ് സമയത്ത് താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ വികാരങ്ങളെയും മണ്ഡലം കമ്മിറ്റികളുടെ അഭിപ്രായങ്ങളെയും വേണ്ടത്ര മാനിക്കാതെ ചില സ്ഥാനാർത്ഥികളെ അടിച്ചേൽപ്പിച്ചത് വലിയ തെറ്റായി പോയെന്ന് MV ഗോവിന്ദൻ തുറന്നു സമ്മതിക്കുകയുണ്ടായി. ഇത്തരം ശൈലീപരമായ വിമർശനങ്ങൾ പാർട്ടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അനിവാര്യമാണെന്ന് അംഗീകരിക്കുന്നതിനൊപ്പം തന്നെ വരും കാലങ്ങളിൽ ഇത്തരം പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ഉറപ്പും അദ്ദേഹം നൽകുന്നുണ്ട്. ഇതിന്റെ തുടർച്ചയെന്നോണം തിരഞ്ഞെടുപ്പിലെ പരാജയങ്ങളെയും പാർട്ടിക്കുണ്ടായ തിരിച്ചടികളെയും കുറിച്ച് ആഴത്തിൽ പരിശോധിക്കുന്ന തോൽവി അവലോകന റിപ്പോർട്ടുകൾ വിവിധ ജില്ലാ കമ്മിറ്റികളിൽ അവതരിപ്പിച്ചു തുടങ്ങിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ എ പത്മകുമാറിനെതിരായ സ്വർണ്ണക്കൊള്ള ആരോപണത്തിൽ പാർട്ടി സ്വീകരിക്കാൻ പോകുന്ന അന്തിമ നിലപാട് കേരള രാഷ്ട്രീയത്തിൽ അതീവ നിർണായകമായി മാറിയിരിക്കുകയാണ്. പാർട്ടിയുടെ അച്ചടക്കവും നീതിബോധവും ചോദ്യം ചെയ്യുന്ന ഈ വേളയിൽ നേതൃത്വം കൈക്കൊള്ളുന്ന നടപടികൾ പാർട്ടി അണികൾക്കും പൊതുസമൂഹത്തിനു മുന്നിൽ പാർട്ടിയുടെ വിശ്വാസ്യത വീണ്ടെടുക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുമെന്ന്
സ്വീകരിക്കുമെന്ന് ഉറപ്പാണ്. പാർട്ടിയിലെ ഉന്നത നേതാക്കൾക്കെതിരെ പോലും നടപടിക്ക് തയ്യാറാണെന്ന സന്ദേശം നൽകാൻ ഈ നീക്കത്തിലൂടെ CPM ശ്രമിക്കുന്നുണ്ട്. ആരോപണങ്ങൾ ഉയരുമ്പോൾ നേതൃത്വം മൗനം പാലിക്കുന്നു എന്ന പ്രതിപക്ഷ വിമർശനത്തിന് മറുപടിയായാണ് ഈ കർശന നിലപാട്. എങ്കിലും നടപടി എത്രത്തോളം കടുപ്പമുള്ളതായിരിക്കുമെന്നത് ജൂൺ 15-ന് ശേഷം മാത്രമേ വ്യക്തമാകൂ. പത്മകുമാർ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയ പശ്ചാത്തലത്തിൽ ഇങ്ങനെയൊരു നടപടി പാർട്ടിക്ക് അകത്തും പുറത്തും വലിയ ചർച്ചകൾക്ക് വഴി തുറക്കും.